ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സോഫിടുക്കിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ്. ഒരു വെൽക്കം ഡ്രിങ്ക്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു ഡ്രിങ്കാണിത്. ഇപ്പോൾ 1 ലിറ്റർ പാലാണ് ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ പാലിൻ്റെ അളവ് അല്ലെ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചും എടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ച് നീട്ടാത്ത പാലാണ് നല്ലത്. കൂടുതൽ പാലും കുറച്ച് വെള്ളവുമായിട്ട് തയ്യാറാക്കാം. ഈ പാലൊന്ന് തിളയ്ക്കാൻ തുടങ്ങട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുകയാണ്. 10 ബദാം ഇട്ട് കൊടുക്കുകയാണ്. 10, 11 അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം. ഞാൻ അളവ് പറയുന്നു എന്ന് മാത്രം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. ടേസ്റ്റ് കൂടുതൽ കിട്ടാനാണ് നമ്മൾ പാൽപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. തന്നെയല്ല, പാലിന് കുറച്ച് മധുരവും വേണം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ നമുക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേറൊരു ഐറ്റം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് മധുരം വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇത്ര നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഉണങ്ങിയ മിക്സിയുടെ ജാറായിരിക്കണം, അല്ലെങ്കിൽ അതിൽ പറ്റി പിടിച്ചു പോകും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്കയും കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ആദ്യമേ ഒന്നിച്ചിട്ടങ്ങ് പൊടിച്ചാൽ മതി. ഞാൻ ആദ്യമേ ഏലക്ക ഇടാനായിട്ട് ഒന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഏലക്ക ഇട്ട് കൊടുത്തിട്ട് വീണ്ടും പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൊടിക്കുമ്പോൾ ഏലക്കയും കൂടി ഒന്നിച്ചിട്ടങ്ങ് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ബദാമും കാഷ്യൂനട്ടും ഒക്കെ കൂടെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു വരും. ഇതിന് ഞാൻ ഈ തിളയ്ക്കാൻ തുടങ്ങിയ പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടങ്ങ് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഈ പാൽ ഇതുപോലെ നന്നായിട്ടങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ തീയെ ഓഫ് ചെയ്യുവാണ്. ശേഷം സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിൽ 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് മധുരം കുറവുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു കളറിനും ഒരു ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 15 ചെറിയാണ്. ബദാമും കാഷ്യൂനട്ടും ഒക്കെ പൊടിച്ച അതേ ജാറിലേക്ക് തന്നെ ഞാൻ ഈ ചെറി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് അരയാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാൽ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അരച്ചാലും മതി. ഇപ്പോൾ ഇത് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ പാൽ നന്നായിട്ട് തണുത്തിരിക്കുന്നതാണ്. അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ചെറിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കളറുണ്ട്. ഈ ചെറിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് മധുരം നോക്കുക. കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം മധുരം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഇതങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം കുടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു പകുതി ആപ്പിളാണ്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം നമുക്ക് ഈ ജ്യൂസ് കുടിക്കുന്ന വഴിക്ക് ഒന്ന് കടിക്കാനും കൂടെ കിട്ടും. അപ്പോൾ ഈ ജ്യൂസ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇങ്ങനെ ഈ ആപ്പിളൂടെ കടിക്കുമ്പോൾ നല്ലൊരു രസമാണ്. ഇനി നമുക്കിതങ്ങ് സെർവ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെൽക്കം ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ടേക്ക് കെയർ, ബൈ.